ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. HSC നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ വരുമെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. HSC ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനും ഈ ഒരു കൂട്ടത്തിൽ തന്നെ നമുക്ക് വരുമെന്നുള്ള കാര്യം തീർച്ചയായി. അപ്പോൾ ഇനി എന്താണ് വേണ്ടത്? വേഗം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ കുറേ പേരൊക്കെ എന്താണ് നോട്ടിഫിക്കേഷൻ വരട്ടെ പിന്നെ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നവരൊക്കെ പതുക്കെ എന്താണ് അത്രയും വേഗം തുടങ്ങണം. ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഒരുവിധമൊക്കെ പഠിച്ച് ലെവലായൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നൊക്കെ ചിന്തിച്ച് പതുക്കെ എന്താണ് പഠനത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ പുതുവർഷവും കൂടെ വരിക, ജനുവരി 1 നന്നാവാൻ നിൽക്കുന്ന ഒത്തിരി പേര് കാണത്തില്ല. അങ്ങനെ കുറേ പേരും പ്രിപ്പയർ ആവാനായിട്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടീം ഐ പ്ലസിൻ്റെ HSC ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും പലർക്കും സംശയമാണ് സിലബസിൻ്റെ കാര്യത്തിൽ. സിലബസ് മാറുമോ? സിലബസ് മാറിയാലും ഈ ഇംഗ്ലീഷിൻ്റെ സിലബസ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം കുറേ കൺസെപ്റ്റുകളൊക്കെ കോമൺ ആണ്. തിയറി പാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിറ്റിക്സിൻ്റെ പാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇത് കോമൺ ആയിട്ടുള്ളതാണ്. ഗ്രാമർ നോക്കിയാൽ കോമൺ ആണ്. ഇതൊക്കെ എത്ര സിലബസ് മാറിയാലും ഈ കൺസെപ്റ്റുകൾ മാറില്ല. പിന്നെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പോയട്രിയോ പ്രോസോ അങ്ങനെയൊക്കെയുള്ളത് മാറാം എന്നും പറഞ്ഞത് സിലബസ് വരട്ടെ പഠിച്ച് പിന്നെ തുടങ്ങാമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ സമയം കിട്ടില്ല. നമുക്ക് പഴയ സിലബസ് നോക്കുമ്പോൾ തന്നെ അറിയാലേ വളരെ വാസ്റ്റാണ്. അപ്പോൾ പുതിയൊരു സിലബസ് വന്നാലും അതിനേക്കായും എന്തായിരിക്കും കുറച്ചും കൂടെ ആഡ് ചെയ്ത് വരത്തോളും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് സിലബസ് മാറാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ഉള്ള സിലബസ് വെച്ച് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനിയും വെച്ച് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഒന്നും അല്ല. അതിൻ്റേതായിട്ടുള്ള സമയം വേണം. അപ്പോൾ പതുക്കെ എന്ത് ചെയ്യാം? കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിക്കണം. എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അറിയാലോ, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ആദ്യത്തെ റാങ്കിൽ വന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു ജോലിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് വേണം? കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ അനുസരിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താനും ആദ്യ റാങ്കുകളിലേക്ക് എത്താനും അങ്ങനെ തീർച്ചയായിട്ടും അധ്യാപക ജോലിയിലേക്കുള്ള സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടും സാധിക്കും. പിന്നെ അറിയാലോ, നമുക്ക് ജനറൽ പാർട്ടും ഉണ്ട്, സബ്ജക്റ്റ് പാർട്ടും ഉണ്ട്. ജനറൽ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ടീം ഐ പ്ലസിൻ്റെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിൻ്റെയും സെറ്റിൻ്റെയൊക്കെ റിസൾട്ട് നോക്കിയാൽ തന്നെ അറിയാമല്ലേ. അപ്പം അത്രയും ഒരു ഹയർ ലെവൽ എക്സാമിനേഷനും ഈ ജനറൽ ആയിട്ടുള്ള ഈ ഒരു ഏരിയാസിലൊക്കെ നല്ല സ്കോർ നമ്മുടെ കുട്ടികൾക്ക് നേടാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ക്വാളിറ്റി ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മുടെ HSCക്ക് വേണ്ടിയിട്ടും ഈ ഒരു ജനറൽ ഏരിയ കവർ ചെയ്യുന്നതും. അപ്പോൾ എല്ലാ ഏരിയാസും എക്സ്പീരിയൻസ് ആയിട്ട് ഫാക്കൽറ്റീസ് തന്നെയാണ് ഏരിയാസ് കവർ ചെയ്യുന്നതും. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് വന്നാലും ടീച്ചേഴ്സിനോട് ചോദിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തും അപ്പോൾ യാതൊരു ടെൻഷനും കൂടാതെ വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് നിന്ന് അതും അഫോർഡബിൾ ഫീൽ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യാം? നമ്മുടെ ബോർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒട്ടും താമസിപ്പിക്കേണ്ട, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്